കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ കടപ്പുറത്താണ് ഈ കണ്ടെയ്നർ ഇന്നലെ രാത്രിയോടെ വന്നടിഞ്ഞത്. വലിയ ശബ്ദം കേട്ട്, അസാധാരണമായ ശബ്ദം കേട്ട് അവിടെ പരിസരത്തുള്ള വീട്ടുകാർ നോക്കുമ്പോൾ കണ്ടെയ്നർ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ തന്നെ വിവരം അറിയിക്കുന്നു. പഞ്ചായത്ത് അധികൃതരും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നു. അതിൻ്റെ വാതിൽ തുറന്ന നിലയിലാണ്, ശൂന്യമാണ് കണ്ടെയ്നർ എന്ന് തിരിച്ചറിയുന്നു. എങ്കിൽ പോലും 5ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് അറിയിക്കുന്നത്. കണ്ടെയ്നർ ഈ കടൽ തീരത്ത് ഉറച്ച നിലയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ കടൽ കയറി വന്നാൽ, കടൽ കയറ്റം രൂക്ഷമായാൽ പിന്നെ വീണ്ടും കണ്ടെയ്നർ കടലിലേക്ക് തന്നെ തിരികെ ഒഴുകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനി കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ജോലിയാണുള്ളത്. അതിനായി കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അധികൃതർ അവിടെ എത്തേണ്ടതുണ്ട്. ജില്ലാ കളക്ടറും ഉടൻ തന്നെ സ്ഥലത്തെത്തും എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ തന്നെ ഇന്നലെ രാത്രി പ്രദേശവാസികൾ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അവിടെ എത്തി വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രദേശത്തുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭയപ്പെടാൻ ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെ പ്രദേശത്തുള്ളവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വന്നു. വലിയ ശബ്ദമായിരുന്നത് കൊണ്ട് തന്നെ സാധാരണ കടലിൽ നിന്ന് കേൾക്കുന്ന ഏത് ശബ്ദവും അവിടെയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. വലിയ ശബ്ദമായതുകൊണ്ട് തന്നെ നോക്കുമ്പോഴാണ് പിന്നെ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതും അവർ അറിഞ്ഞിരുന്നു.